പെയിൻ കില്ലേഴ്സ് അഥവാ വേദന സംഹാരികൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് മൂലം തലവേദന റിക്കറന്റ് ആയിട്ട് വരാൻ ചാൻസസ് ഉണ്ടോ? മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്കിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൈഗ്രെയിൻ തലവേദന എന്ന് പറയുന്നത് പലരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഒരു മന്ത്ലി വൺസോ അല്ലെങ്കിൽ 2 monthsലോ ഒരിക്കലോ 2 weeksലോ കൂടുമ്പോഴായിരിക്കും ഈ ഒരു തലവേദന വരുന്നത്. സോ ആ ഒരു തലവേദന വരുന്ന സമയത്ത് നമ്മുടെ ബിസി ലൈഫ് കാരണം പെട്ടെന്ന് കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് പെയിൻ കില്ലർ എടുക്കുക എന്നുള്ളത്. സാധാരണ ചിലരിൽ ആ ഒരു പെയിൻ കില്ലർ എടുക്കുമ്പോൾ തന്നെ ആ ഒരു തലവേദന മാറിയേക്കാം. ചിലരിൽ 2-3 ടാബ്ലറ്റ് ഒക്കെ എടുക്കണം, ചിലരിൽ ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് ഒക്കെ എടുക്കേണ്ട ആവശ്യകത വരാറുണ്ട്. സോ ഇങ്ങനെ നമ്മൾ ഈ ഒരു പെയിൻ കില്ലർ സ്ഥിരമായിട്ട് എടുക്കുന്നത് മൂലം അതിന്റെ ഒരു റിയാക്ഷൻസ് കാരണം നമുക്ക് ഈ ഒരു മെഡിക്കേഷന്റെ ഓവർ യൂസ് കാരണം, ഈ ഒരു പെയിൻ കില്ലേഴ്സിന്റെ ഓവർ യൂസ് കാരണം നമുക്ക് മന്ത്ലി അല്ലെങ്കിൽ 2 months കൂടുമ്പോഴൊക്കെ വരുന്ന തലവേദന നമുക്ക് റിക്കറന്റ് ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. ഈ ഒരു കണ്ടീഷനെയാണ് മെഡിക്കേഷൻ ഓവർ യൂസ് ഹെഡേക്ക് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സോ നമ്മളിത് പെയിൻ കില്ലേഴ്സ് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് മൂലമാണ് ഈ ഒരു പ്രോബ്ലംസ് വരുന്നത്. മൈഗ്രെയിന്റെ ഈ ഒരു പ്രോബ്ലംസ് ഉള്ളവര് പെയിൻ കില്ലേഴ്സ് ഇല്ലാതെ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു തലവേദന കുറയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. മൈഗ്രെയിന്റെ പ്രധാന റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് പല എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ ട്രിഗേഴ്സ് മൂലം ബ്രെയിനിൽ സമ്മർദ്ദം വരികയും ആ സമ്മർദ്ദം മൂലം നമ്മുടെ ബ്രെയിൻ റിയാക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് ഈ ഒരു മൈഗ്രെയിൻ തലവേദനയായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇതിന്റെ പ്രധാന ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഡീഹൈഡ്രേഷൻ ആണ്. നമ്മുടെ വെള്ളം കുടിക്കുന്നത് വളരെ കുറവാണെങ്കിൽ അല്ലെങ്കിൽ പ്രോപ്പർ ടൈമിൽ നമുക്ക് ഉറങ്ങുന്നില്ലെങ്കിൽ, ലേറ്റ് ആയിട്ട് ഉറങ്ങുന്നതെങ്കിൽ, അമിതമായിട്ട് ഫോണും അല്ലെങ്കിൽ ലാപ്ടോപ്സും ടിവിയും ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ, കണ്ണിന്റെ സ്ട്രെയിൻ മൂലവും നമുക്ക് ഈ ഒരു തലവേദന വന്നേക്കാം. ഫാമിലി ഹിസ്റ്ററിയിലും നമുക്ക് ഈ ഒരു മൈഗ്രെയിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ വന്നേക്കാം. അതുകൂടാതെ തന്നെ കഫീൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നവരിൽ, കോഫി, ടീ അല്ലെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നവരിലും ഈ ഒരു ട്രിഗർ മൂലം നമുക്ക് തലവേദന വന്നേക്കാം. പിന്നെ അമിതമായിട്ട് ചോക്ലേറ്റും ചീസും ഒക്കെ കഴിക്കുന്നവരിലും നമ്മൾ ഈ ഒരു മൈഗ്രെയിൻ തലവേദന കണ്ടുവരാറുണ്ട്. അതുകൂടാതെ മാനസികമായിട്ടുള്ള സ്ട്രെസ്സും ടെൻഷനും ആൻസൈറ്റിയും ഒക്കെ ഈ ഒരു മൈഗ്രെയിൻ ഒരു കാരണമാണ്. അതുപോലെ തന്നെ ഫീമെയിൽസിൽ നമുക്ക് പീരിയഡ്സിനോടനുബന്ധിച്ചും ഈ ഒരു തലവേദന നമുക്ക് വരുവാനുള്ള ചാൻസസ് ഉണ്ട്. കോൺട്രാസെപ്റ്റീവ് പിൽസ് യൂസ് ചെയ്യുന്ന ഫീമെയിൽസിനും ഈ ഒരു മൈഗ്രെയിൻ തലവേദന സ്ഥിരമായിട്ട് കണ്ടുവരുന്നുണ്ട്. മൈഗ്രെയിൻ ലക്ഷണങ്ങളെ കുറിച്ചും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് കാണാത്തവരാണ് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ. എങ്ങനെയാണ് ഈ ഒരു മൈഗ്രെയിൻ തലവേദന നമുക്ക് പെയിൻ കില്ലേഴ്സ് ഇല്ലാതെ നമുക്ക് കുറയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനത്തെ മൈഗ്രെയിൻ തലവേദന സ്ഥിരമായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചില മാറ്റങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു തലവേദന റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ ബോഡീനെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ നമ്മൾ മാക്സിമം ശ്രമിക്കുക. ദിവസങ്ങളിൽ 2.5 മുതൽ 3 ലിറ്റർ വരെ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കേണ്ടതാണ്. കറക്റ്റ് സമയത്ത് പ്രോപ്പറായിട്ട് നമ്മൾ ഉറങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നമ്മൾ 3 നേരവും കറക്റ്റായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുക. വൈകി ഭക്ഷണം കഴിക്കുന്നതൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. രാത്രിയിൽ നേരത്തെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് അമിതമായിട്ടുള്ള കഫീൻ അടങ്ങിയ ഭക്ഷണം, ചായ, കാപ്പിയൊക്കെ നമ്മൾ കുറയ്ക്കേണ്ടതാണ്. കൂടുതലായിട്ടും ചോക്ലേറ്റും ചീസും ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കുക. ഡെയിലി നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു റൂട്ടീൻ ഫോളോ ചെയ്യേണ്ടതാണ്. ഒരു മിനിമം ഒരു 45 മിനിറ്റ് എക്സസൈസ് ചെയ്യാൻ നോക്കേണ്ടതാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എൻഡോർഫിൻ എന്നൊരു ഹോർമോൺ റിലീസ് ചെയ്യുകയും ഇത് മൈഗ്രെയിൻ ഹെഡേക്കിനെ കുറയ്ക്കാൻ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്കിന്റെ എക്സസൈസ് സ്ഥിരമായിട്ട് രാവിലെയും വൈകിട്ട് 2 നേരം ഒരു 5-10 മിനിറ്റ് ചെയ്യുന്നതിൽ നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ തലവേദന കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. തലവേദന വന്നതിന് ശേഷം നമ്മൾ പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുക. അധികം സൗണ്ട് ഉള്ള സ്ഥലങ്ങളിലേക്കൊന്നും പോകാതെ നോക്കുക. ഡാർക്ക് റൂമിൽ പ്രോപ്പറായിട്ട് ഉറങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചിലർക്ക് വെയിലത്തൊക്കെ പോകുന്ന തലവേദന വരാറുണ്ട്. സോ ആ ഒരു സമയത്ത് നല്ല അതികഠിനമായിട്ടുള്ള വെയിലുള്ള സമയങ്ങളിൽ മാക്സിമം നമ്മൾ പുറത്ത് പോകാതെ നമ്മൾ കുറച്ച് നോക്കുക. പുറത്ത് പോകുന്നുണ്ടെങ്കിൽ തൊപ്പിയോ സൺഗ്ലാസസോ ഒക്കെ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അമിതമായിട്ട് സ്ട്രെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ സ്ട്രെസ് റിലീഫിനായിട്ട് മെഡിറ്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടിപ്സ് നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് പതുക്കെ നമുക്ക് മൈഗ്രെയിന്റെ ആ ഒരു സിവിയറിറ്റി നമുക്ക് കുറഞ്ഞു വരുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കാതെ നമ്മളൊരു ഡോക്ടറെ കണ്ട് മൈഗ്രെയിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ആ ഒരു മെഡിസിൻസ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്.
ഹോമിയോപ്പതിയിൽ മൈഗ്രെയിന് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് ലഭിക്കുന്നതാണ്. റെഗുലർ ആയിട്ട് നമ്മൾ ഈ ഒരു മെഡിസിൻസ് കഴിക്കുകയാണെങ്കിൽ മൈഗ്രെയിൻ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. പെയിൻ കില്ലേഴ്സ് കഴിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു റിലീഫ് മാത്രം, ആ ഒരു സമയത്തേക്കുള്ള റിലീഫ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. സോ കംപ്ലീറ്റ് ആയിട്ടൊരു ക്യൂർ വേണമെങ്കിൽ നമുക്ക് മൈഗ്രെയിന് വേണ്ടിയുള്ള ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ റെഗുലർ ആയിട്ട് നമ്മൾ കുറച്ച് നാൾ ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് മൂലം നമുക്ക് ഈ ഒരു മൈഗ്രെയിൻ തലവേദന പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം പെയിൻ കില്ലേഴ്സ് കഴിക്കാൻ എല്ലാവരും അവോയ്ഡ് ചെയ്യേണ്ടതാണ്. സോ ഈ ഒരു മൈഗ്രെയിനെ കുറിച്ചിട്ടുള്ള ഒരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.